നമുക്കൊന്ന് ഇമാജിൻ ചെയ്താലോ, നമ്മുടെ ഈ ഭൂമിയിലെ ഓക്സിജൻ മുഴുവൻ പെട്ടെന്നങ്ങ് ഇല്ലാണ്ടാവുക. എന്നേക്കുമായിട്ടല്ല, ഒരു 5 സെക്കൻഡ് നേരത്തേക്ക് മാത്രം. നിങ്ങൾ ഒരു 5-6 ഡീപ്പ് ബ്രെത്ത് എടുത്ത് നോക്കിയേ, ഒരു കാം ഫീൽ വരുന്നില്ലേ? അതിന് കാരണം ഓക്സിജനാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ 21% ഓക്സിജനും 78% നൈട്രജനുമാണ് ഉള്ളത്. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഗ്യാസ് ഓക്സിജനാണോ? അല്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ഓക്സിജനാണ്. ഓക്സിജൻ നമ്മുടെ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന ചെടികളോ മരങ്ങളോ മൃഗങ്ങളോ മനുഷ്യരോ എന്തിനേറെ പറയുന്നു, യാതൊരു വിധത്തിലുള്ള ലൈഫ് ഫോം പോലും ഇന്ന് ചിലപ്പം ഉണ്ടായിന്ന് വരില്ലായിരുന്നു. പക്ഷേ വെറും 5 സെക്കൻഡ് നേരത്തേക്ക് ഈ ഓക്സിജൻ ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് വലിയ ഡിഫറൻസ് ഉണ്ടാവും തോന്നണുണ്ടോ? നമ്മളീ പലർക്കും 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ ശ്വാസം പിടിച്ചു നിർത്താൻ പറ്റില്ലേ? നമ്മൾ മനുഷ്യരുടെ കാര്യം അതങ്ങനെ. പക്ഷെ ബാക്കിയുള്ളവയുടെ കാര്യങ്ങളും ഓക്സിജൻ ഇല്ലാണ്ടായാൽ ഉടൻ തന്നെ കോൺക്രീറ്റ് നിർമ്മിതികളെല്ലാം ഇടിഞ്ഞു വീഴാൻ തുടങ്ങും. നമ്മുടെ ഡാമുകള്, ബിൽഡിങ്ങുകള്, സ്കൂളുകള്, വീടുകള് എല്ലാം കോൺക്രീറ്റ് നിർമ്മിതികളുടെ ഒരു സ്പെഷ്യൽ ബൈൻഡിങ് ഏജന്റ് ആണ് ഈ ഓക്സിജൻ. ഓക്സിജൻ ഇല്ലെങ്കിൽ അവയുടെ സ്ട്രെങ്ത് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടും. ഇനി നിർഭാഗ്യവശാൽ നിങ്ങൾ ഈ സമയത്ത് വല്ല ബീച്ചിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം തീർന്നെന്ന് കൂട്ടിയാൽ മതി. കാരണം നിങ്ങളുടെ തൊലിയെല്ലാം ഉരുകാൻ തുടങ്ങും. UV റേസ് ആണ് അതിന് കാരണം. ഈ സൂര്യനിൽ നിന്ന് വരുന്ന UV റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഓസോൺ ലെയർ ആണ്. ഈ ഓസോൺ ലെയർ എന്ത് വെച്ചാൽ ഉണ്ടായിരിക്കുന്നത്? ഓക്സിജൻ കൊണ്ട്. സോ ഓക്സിജൻ പോയപ്പോൾ അതും പോയി. ഇപ്പോൾ ഓക്സിജൻ പോയിട്ട് ഒരു 3 സെക്കൻഡ് ആയി നോക്ക്. അടുത്തതായിട്ട് നമ്മുടെ ചെവിയുടെ അകം പൊട്ടിത്തെറിക്കും. നമ്മുടെ ചെവിക്കുള്ളിൽ എപ്പോഴും ഒരു എയർ പ്രഷർ ഉണ്ട്. ഓക്സിജൻ പോയി കഴിഞ്ഞാൽ ആ എയർ പ്രഷർ നഷ്ടപ്പെടും. എയർ പ്രഷർ നഷ്ടപ്പെട്ട ചെവി പൊട്ടിത്തെറിക്കും. ഇനി അടുത്തതായിട്ട് നമ്മുടെ വണ്ടികൾ റൺ ചെയ്യുന്ന എഞ്ചിന്റെ അകത്ത് കമ്പഷൻ നടക്കുന്നതുകൊണ്ടാണ്. ഓക്സിജൻ ഇല്ലെങ്കിൽ എഞ്ചിന്റെ അകത്ത് കമ്പഷൻ നടക്കില്ല. അതുകൊണ്ട് വണ്ടികൾ ഓടില്ല. അടുത്തതായിട്ട് നമ്മുടെ ഭൂമി മുഴുവൻ ഇരുട്ടുകൊണ്ട് മൂടും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ പാർട്ടിക്കിൾസിൽ സൺലൈറ്റ് ബൗൺസ് ആയിട്ടാണ് നമുക്ക് പ്രകാശം കിട്ടുന്നത്. ഓക്സിജൻ ഇല്ലാതെ വരുമ്പോൾ സൺലൈറ്റ് ബൗൺസ് ആവില്ല, അങ്ങനെ പ്രകാശവും കിട്ടില്ല. ഇതൊന്നും ഇവിടം കൊണ്ട് തീരുന്നില്ല. ഏകദേശം 5 സെക്കൻഡിനോട് അടുക്കുമ്പോഴേക്കും ഭൂമിയിൽ വലിയ വലിയ ഗർത്തങ്ങൾ ഉണ്ടാവുകയും ഭൂമി 2ആയിട്ട് പിളരാൻ തുടങ്ങുകയും ചെയ്യും. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ ഉൾഭാഗം, എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഭൂമിയുടെ ക്രസ്റ്റ്, ആ ക്രസ്റ്റ് 45% ഓക്സിജൻ കൊണ്ടാണ് ഫോം ചെയ്തേക്കുന്നത്. സോ ഓക്സിജൻ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും കേടുപാടുകൾ ഉണ്ടാവും. വെറും 5 സെക്കൻഡ് നേരത്തേക്ക് ഓക്സിജൻ മാറി നിന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇപ്പം മനസ്സിലായോ ഓക്സിജന്റെ വാല്യൂ എന്തുമാത്രം വലുതാണെന്ന്?